ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക്ക് ഈറ്റ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും അല്ല കേട്ടോ. നമ്മൾ ഹോം ബേക്കേഴ്സിന് എല്ലാവർക്കും അല്ലെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യുന്നവർക്കൊക്കെ എപ്പോഴെങ്കിലും പറ്റിയിട്ടുള്ള ഒരു അബദ്ധമായിരിക്കും ഇതേപോലെ നമ്മുടെ ചോക്ലേറ്റ് ഗനാശ്, വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിലും ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിലും ഒന്നെങ്കിൽ പിരിഞ്ഞു പോവുക, നമ്മൾ തൈരൊക്കെ ഉണ്ടാവുന്ന പോലെ അങ്ങനെ പിരിഞ്ഞിട്ടിരിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ കട്ട പിടിച്ചിട്ടിരിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓയിലും ചോക്ലേറ്റും സെപ്പറേറ്റ് ആയിട്ട് വേറെ രീതിയിൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ 3-4 ടൈപ്പിൽ ഈ ചോക്ലേറ്റ് കേട് വന്ന് പോകാറുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചോക്ലേറ്റ് നമ്മൾ കളയാറുണ്ട്. അപ്പോൾ അങ്ങനെ കളയാതെ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇങ്ങനെ നമ്മൾ ചോക്ലേറ്റ് കേട് വന്ന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് വളരെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. നമുക്കത് വീണ്ടും ഗനാശായിട്ടോ പൈപ്പ് ചെയ്യാനോ എങ്ങനെ വേണേലും ഉപയോഗിക്കാൻ പറ്റും. അതിനുള്ള ടിപ്പായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിന്ന് ജസ്റ്റ് ഒരു കേക്കിൻ്റെ മുകളിൽ പേര് എഴുതാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത സമയത്ത് എനിക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധമാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റും അതിലുള്ള ഓയിലും കൂടെ സെപ്പറേറ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് മെയിനായിട്ട് 2-3 കാരണങ്ങളേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ ചോക്ലേറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് കട്ടിംഗ് ബോർഡിലോ കത്തിയിലോ അല്ലെങ്കിൽ അത് മെൽറ്റ് ചെയ്യുന്ന പാത്രത്തിലോ ഒരു ഇച്ചിരി വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ ഇതേപോലെ സംഭവിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് എക്സ്പയർ ആവുകയാണെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് അപ്പം തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ ഗനാശ് ഉണ്ടാക്കാൻ എടുക്കുമ്പോഴും ഇതേപോലെ എനിക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ചോക്ലേറ്റ് ആവാനുള്ള കാരണം. ഇതല്ലാതെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ചോക്ലേറ്റിലോട്ട് നമ്മൾ കളർ ആഡ് ചെയ്യുന്ന സമയത്തും ഇതേപോലെ പിരിഞ്ഞു പോകുന്നത് കാണാറുണ്ട്. കൂടുതലും വൈറ്റ് ചോക്ലേറ്റിലൊക്കെ നമ്മൾ ലിക്വിഡ് കളറൊക്കെ ആഡ് ചെയ്യുമ്പോൾ കേട്ടോ കാണാൽ. അപ്പോൾ ചോക്ലേറ്റിൽ മാക്സിമം പൗഡർ കളർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേപോലെ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ കട്ടി പിടിച്ച് പോവുകയാണെങ്കിലും ഒരു തൈരൊക്കെ പിരിഞ്ഞ പോലെ ആയി പോവുകയാണെങ്കിലൊക്കെ ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ മെൽറ്റ് ചെയ്ത് കഴിയുന്ന സമയത്താണ് ഇതേപോലെ പിരിഞ്ഞ പോലെയൊക്കെ ആയി പോകാറുള്ളത്. അപ്പോൾ ഈ പിരിഞ്ഞു പോയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചൂടുവെള്ളമാണ്. നല്ല തിളച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ അളവ് എങ്ങനെയാണ് കണക്കാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ചോക്ലേറ്റ് ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിലോട്ടൊരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ആദ്യം വളരെ കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തിട്ട് കുറച്ചൊരു 2-3 മിനിറ്റ് മിക്സ് ചെയ്തിട്ടും നമുക്ക് മാറ്റമൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ രണ്ടാമത് ചേർത്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ആ ഒരു ചോക്ലേറ്റ് പതുക്കെ റെഡിയായി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ആ ഒരു ചോക്ലേറ്റ് കറക്റ്റ് ആ ഒരു സ്മൂത്ത് ടെക്സ്ചർ ആവുന്നത് വരെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറയുന്ന പോലെ അളവ് നിങ്ങൾ എടുക്കുന്ന ചോക്ലേറ്റിനനുസരിച്ചായിരിക്കും നിങ്ങൾ അതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരിക. ഉദാഹരണത്തിന് നിങ്ങളൊരു 1/2 കപ്പൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോ ഒക്കെ ചൂടുവെള്ളം ആവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ചോക്ലേറ്റിലെ വ്യത്യാസം കാണുമ്പോൾ മനസ്സിലാവും. ചെറുതായിട്ട് ആ ഒരു ചോക്ലേറ്റ് ഗനാശായിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ, ഒന്നും കൂടെ ഒരു സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഡബിൾ ബോയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഈ ഒരു പ്രോസസ്സാണ് നടക്കുക. ഈ ഒരു ഓയിലും അതേപോലെ ചോക്ലേറ്റും സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ശരിക്കും ചോക്ലേറ്റ് ഗനാശ് ആവുകയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ ഫ്ലെയിമൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കും. അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചോക്ലേറ്റ് ഓവർ ഹീറ്റ് ആയിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ പൊടിയൊക്കെ ആയ പോലെ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഓയിൽ സെപ്പറേറ്റ് ആയി തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എടുക്കുക. ഇനി മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഈ സെയിം മെത്തേഡ് തന്നെ ചെയ്താൽ മതി. ചോക്ലേറ്റ് കറക്റ്റ് നമ്മുടെ ആ ഒരു ടെക്സ്ചറിലോട്ട് തന്നെ വരും കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കറക്റ്റ് ചോക്ലേറ്റ് ഗനാഷിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. നമുക്കിത് പേര് എഴുതി ട്രിപ്പ് വെക്കാനോ എന്തിനു വേണേലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോക്ലേറ്റ് ഗനാഷും ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആദ്യത്തേത് ഇതേപോലെ ഒരു ഓയിലൊക്കെ സെപ്പറേറ്റ് ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. രണ്ടാമത്തേത് കറക്റ്റ് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെയാണോ ചെയ്യാറുള്ളത് അതേപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചോക്ലേറ്റ് ഇങ്ങനെ പിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കട്ട പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത്
നോക്കുക. കളയേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽപ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.